विद्युते श्रितरजनी रजनी 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 करवस्त्रवृते വാടി വാ, നിന്റെ ഒരു മുട്ടുകാൽ പ്രദക്ഷിണം. ആദ്യത്തേതിൽ നീ രക്ഷപ്പെട്ടു. ഇപ്പൊ ഉപ്പ് പരല് നിന്റെ മുട്ടിലേക്ക് തുളച്ച് കേറുമ്പോ നല്ല സുഖായിരിക്കും. മുറിവിലേക്ക് ഉപ്പും കൂടി ചേരുമ്പോഴുള്ള ഒരു സുഖമുണ്ടല്ലോ, നല്ല രസമായിരിക്കും. നീ പ്രദക്ഷിണം പൂർത്തിയാക്കുന്നത് എനിക്കൊന്ന് കാണണം. ഈ വിലാസിനിയോടാ നിന്റെ കളി. വാ. ആരാടി നീ? ഞാൻ രശ്മി. ദേവിക്ക് നടത്തുന്ന നേർച്ചയല്ലേ, അത് മുടക്കിയ ദൈവശാപം കിട്ടും. അതുകൊണ്ടാ ഞാൻ. ദേ, നിനക്കറിയില്ലേന്നെ, പൊയ്ക്കോണം കൺമുന്നീന്ന്. ഓരോരുത്തരുകൾ വന്ന് കേറിക്കോളും രശ്മി കൊശ്മി എന്ന് പറഞ്ഞിട്ട്. പ്രദക്ഷിണവും പൂർത്തിയാക്കിയല്ലേ? ദൈവം പ്രാർത്ഥന കേട്ടിട്ടുണ്ടാവും. തീർച്ചയായും മനസ്സിലുള്ളതെല്ലാം നടക്കും. ചേച്ചി, ദേ കല്യാണി മേഡം ഉണ്ടായിരുന്നോ? നീ പ്രദക്ഷിണം ആരംഭിച്ചപ്പോ മുതൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ശിവരാമേട്ടനും ആനന്ദിനും വേണ്ടി എത്ര കഠിനമായ പ്രാർത്ഥനയാ നീ നടത്തിയത്. എന്റെ കുടുംബത്തോട് ഇത്ര കരുതലാണോ കല്യാണി നിനക്ക്? ശരി, വാ മോളെ പോവാം.
നിമിഷം. സോറി, ഇന്നലെ നമ്മള് അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു. ഉം. ഒരു നന്ദി വാക്ക് പോലും പറയാൻ പറ്റിയില്ല. അപ്പോഴേക്കും കുട്ടി പോയി. അതൊന്നും സാരമില്ല. കല്യാണിയുടെ പ്രാർത്ഥനയൊക്കെ ഫലിച്ചല്ലോ അല്ലേ? അല്ല, എന്റെ പേരറിയോ കുട്ടിക്ക്? കൊള്ളാം. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസിഡർ കല്യാണിയെ ആർക്കാ അറിയാത്തത്? ഇന്നലെ ആ പ്രദക്ഷിണം മുടങ്ങിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് എന്നെ ജീവനോടെ കാണില്ലായിരുന്നു. എല്ലാം അവസാനിപ്പിച്ചേനെ ഞാൻ. എന്റെ പ്രദക്ഷിണം മുടങ്ങാതെ നോക്കി കുട്ടിക്ക് 1 കോടി പുണ്യം കിട്ടും. ഞാൻ പ്രാർത്ഥിച്ചോളാം. പുണ്യം. കല്യാണി കേട്ടിട്ടുണ്ടോ? ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വികാരം വിശപ്പാ. എനിക്കിന്ന് വേണ്ടത് പുണ്യമല്ല, വിശപ്പിനൊരു പരിഹാരം. വിലാസിനി, വിലാസിനി, ചേച്ചി, കല്യാണിയെ വിളിക്ക്. ആ ശരി ചേച്ചി. ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയും ത്യാഗം ചെയ്ത കല്യാണിക്ക് ഞാൻ എന്തെങ്കിലും പകരം ചെയ്യണം. അതാ ഇപ്പൊ എന്റെ തീരുമാനം. കല്യാണി, നീ പറ, നിനക്ക് എന്താ വേണ്ടത്? നീ എന്ത് ചോദിച്ചാലും ഞാൻ തരും. മടിക്കാതെ ചോദിക്കാം. എന്റെ ദൈവമേ, ഇനി ഇവിടെ തൃച്ചംബരത്തെ മൂത്ത മരുമകളാകണമെന്നെങ്ങാനും പറയൂ. അയ്യോ, മടിക്കണ്ട കല്യാണി. നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ചോദിച്ചോളൂ. ഇവിടെ ഒരാൾക്കൊരു ജോലി കൊടുക്കാൻ പറ്റുമെങ്കിൽ. ജോലിയോ? ആർക്ക്? രശ്മി, അകത്തേക്ക് വരൂ. അമ്പലത്തില് എനിക്ക് ആ പ്രദക്ഷിണം പൂർത്തിയാക്കാൻ സാധിച്ചത് ഈ കുട്ടി കാരണമാണ് മാഡം. ഞാൻ മുട്ടുകാലിൽ പ്രദക്ഷിണം ചെയ്യുന്ന സ്ഥലത്ത് ആരോ പരലുപ്പ് വാരിയിട്ടിരുന്നു. അതില് മുട്ട് കയറിയിരുന്നെങ്കിൽ വീണുപോയനെ ഞാൻ. ഒപ്പം കയ്യിൽ നിന്ന് വിളക്കും വീണണയും. ആ ആപത്തിൽ നിന്ന് രക്ഷിച്ചത് ഈ രശ്മി ഒരാളാ. മാഡം, രശ്മിക്ക് ആരുമില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു മുത്തശ്ശി മരിച്ചിട്ട് ഇന്നലെ 41 ദിവസമായി. ഒറ്റയ്ക്ക് ഒരു വീട്ടില്, അത് ഒരു വരുമാനവും ഇല്ലാതെ. ഡിഗ്രി വരെ പഠിച്ചിട്ട് ഇപ്പൊ ഓരോരോ സ്ഥാപനങ്ങളിലായിട്ട് ജോലി തേടി നടക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. തൽക്കാലം ഇവിടെ സെർവൻസിന്റെ ക്വാർട്ടേഴ്സിൽ താമസിക്കാൻ പറയേ. സർട്ടിഫിക്കറ്റും ഫോർമാലിറ്റീസും ഒക്കെ നാളെ അരവിന്ദ് വന്നിട്ട് ചെയ്യും. മുട്ടുവേനിച്ചിട്ടാണോ ഇവിടെ വന്നിരിക്കുന്നത്? വലിയ വേണ്ട വേണ്ട, ഇരിക്കെ ചോദിക്കട്ടെ. കാര്യങ്ങൾ ഞാൻ അറിഞ്ഞത് ഇപ്പോഴാ. ഈ മുട്ടുകാലിന് 51 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്യുന്നത് പോലെ കഠിനമായ പ്രാർത്ഥന നീ എന്തിനാ ഏറ്റെടുത്തത്? കഠിനവ്രതം എടുത്താലല്ലേ പെട്ടെന്ന് ഫലം ഉണ്ടാവൂ. അത് സ്വന്തം കാര്യത്തിന്. പക്ഷേ ഈ പ്രാർത്ഥന നിനക്ക് വേണ്ടിയായിരുന്നില്ലല്ലോ, എനിക്കും അമ്മയ്ക്കും വേണ്ടിയായിരുന്നില്ലേ? പിന്നെ എന്തിനാ ഇത് ചെയ്യാൻ പോയെന്ന് എന്റെ ചോദ്യം. മാഡം വലിയൊക്കെ സന്തോഷമായിട്ടിരുന്നാലല്ലേ ഞങ്ങൾക്ക് സന്തോഷം കിട്ടൂ.
അപ്പൊ ഞാനിത് ചെയ്തത് എനിക്ക് വേണ്ടി തന്നെയാ. കൊള്ളാം, നല്ല ന്യായം. ഏതായാലും മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുമ്പോൾ നീ നിന്നെക്കുറിച്ച് ഒരിക്കലും മറന്നു പോകരുത്. അത് മാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. അല്ല, എവിടെ പൊള്ളിയ കൈ കാണിക്കേ? ആ, കൈ നീട്ട് കല്യാണി. നീ എന്താ ആലോചിക്കുന്നത്? കൈ നീട്ട് കല്യാണി. ഒരു മഴയിൽ കരകവിയും പുഴയാണു ഞാൻ. അരവിന്ദാരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ. ആ, ബാക്കി ഞാൻ നോക്കിക്കോളാം. താൻ സമാധാനമായിട്ടിരിക്കേ, ഞാൻ വിളിക്കാം. ആ, കേട്ടില്ലേ? ഇത് വെറുതെ ഭയപ്പെടുത്താൻ ചെയ്ത പണിയാ. ഇതിന്റെ പിന്നിലും ആ പ്രിയങ്ക തന്നെ ആവാനാണ് സാധ്യത. നീ അത് കളഞ്ഞേക്ക്. അതല്ലടാ ശബരി. ഒന്നുമില്ല, നീ വെറുതെ ഇത് അരവിന്ദനോട് ചോദിക്കാനും നിൽക്കണ്ട. അവനൊരു പക്ഷേ ഇത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. മച്ചു, നീ വാ, പോവാ. ഹായ് ബ്രോ. അരവിന്ദ്, നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? എന്തെങ്കിലും പേഴ്സണൽ പ്രോബ്ലം? ഏയ് ഒന്നുമില്ല ബ്രോ. എന്തു പറ്റി ചോദിക്കാൻ? ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചത് ഒന്ന് അറിഞ്ഞിരിക്കാൻ. നോ 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 ബ്രോ, അങ്ങനെ വെറുതെ ചോദിക്കാറില്ലല്ലോ. കമോൺ, എന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം? ഒന്നുമില്ലെന്നേ. എന്തായാലും ഇപ്പൊ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, അതറിഞ്ഞാ മതി. ഇല്ല ബ്രോ, ഒരു പ്രശ്നവുമില്ല. ഐ ആം പെർഫെക്റ്റ്ലി ഓക്കെ. ഗ്രേറ്റ്. എന്നാ പിന്നെ അത് കളഞ്ഞേക്ക്. ഞാനതെങ്കിലും ചോദിക്കേണ്ടെന്ന് വിചാരിച്ച് ചോദിച്ചതാ. വിട്ടേക്ക്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇനിയിപ്പോ ബ്രോയ്ക്ക് വീട്ടിലിരുന്ന് ബോറടിച്ച് വട്ടായ, അതോ ഇനിയിപ്പോ റാണിയുടെ കാര്യം വല്ലതും? അതാവില്ല. എങ്കിൽ പിന്നെ ചോദിക്കാറുന്നില്ലേ? ദൈവമേ, ചതിക്കില്ലേ? ചേച്ചി, 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 ചേച്ചി എന്തിനാ ഇങ്ങനെ കരയുന്നേ? മേഡം വല്ലതും പറഞ്ഞോ? എന്താ ഉണ്ടായേ? ഓ, കൈ പൊള്ളിയത് വേദനിക്കുന്നല്ലേ? സാരമില്ല, ഞാൻ മരുന്നിട്ട് തരാം. വേണ്ട, വലിയ ഇപ്പൊ മരുന്നിട്ട് തന്നതേ ഉള്ളൂ. വലിയ മരുന്നിട്ട് തന്നോ? ഞാൻ ഇന്നിരിക്കുന്ന ഒരു ചെയറുണ്ട്, ഒരു പൊസിഷൻ, MD, ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. കേട്ടോ, എനിക്ക് ഫോൺ വരും, ഞാൻ അങ്ങോട്ട് വിളിക്കും. ഇറ്റ്സ് മൈ ബിസിനസ്, നൺ ഓഫ് യുവേഴ്സ്. അണ്ടർസ്റ്റാൻഡ്? ഹലോ. ഹലോ, നീ വിളിച്ചതായിട്ട് കുറെ കോൾ അലേർട്ട് മെസ്സേജ് കിട്ടി. എന്ത് പറ്റി നീ ഇങ്ങനെ വീണ്ടും വീണ്ടും വിളിക്കാൻ? റാണി, നീ നമ്മുടെ കാര്യത്തിൽ എന്തെങ്കിലും മൂവ്മെന്റ് നടത്തുന്നുണ്ടോ? എവിടെ നീ ഇപ്പോ? അയ്യോ, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടേ, നാടൊന്നും വിട്ടിട്ടില്ല.
എനിക്കൊരു ലക്ഷ്യം നേടാനുണ്ട്. അത് നേടിയാലേ ഞാൻ പോവൂ. ലക്ഷ്യം? എന്ത് ലക്ഷ്യം? എന്റെ ലക്ഷ്യം എന്താന്ന് ഇനിയും നിനക്കറിയില്ലേ? നീ മാത്രമാണ് എന്റെ ലക്ഷ്യം. ഞാനത് നേടിയേ അടങ്ങൂ. റാണി, നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാ, എനിക്കൊരു കുടുംബമുണ്ട്, എന്നെ ഉപദ്രവിക്കരുതെന്ന്. അരവിന്ദ്, അവരവർക്ക് അവരവരുടെ ഇഷ്ടങ്ങളാ വലുത്. എന്റെ ഇഷ്ടങ്ങൾ നേടിയെടുക്കാൻ ഞാൻ എന്തും ചെയ്യും. അത് നീ ചോദ്യം ചെയ്യരുത്. അതിന് ഉത്തരം കിട്ടിയെന്ന് വരില്ല. ശരി, അത് നീ എന്ത് വേണേ ആയിക്കോ. എന്റെ ബ്രോയെ നീ കണ്ടിരുന്നോ? എനിക്ക് പറയേണ്ടത് അത് മാത്രം. ഇതുവരെ കണ്ടിട്ടില്ല. ഇനി താമസിയാതെ നിന്റെ ബ്രോ എന്നെ തിരക്കി വരും. വരുത്തും ഞാൻ. എന്തിനാണെന്നല്ലേ? കുടുംബത്തിന്റെ മാനം കാക്കാനായിട്ട് അനുജന് 2ാം കെട്ട് ഉറപ്പിക്കാൻ. അത് നിന്റെ വെറും മോഹം മാത്രം. അറിയില്ല നിനക്കെന്നെ. ദേ നോക്ക്, ഇത് നിനക്കുള്ള എന്റെ അവസാനത്തെ താക്കീതാ. ഇനിയും ഇങ്ങനെ ഓരോ തരികിടയായിട്ട് മുന്നോട്ട് പോകാനാണ് നിന്റെ തീരുമാനമെങ്കിലേ ഞാനങ്ങ് നേരെ വരും നിന്നെ തേടി. അതിനിടവരുത്തരുത്. ഓർത്താ കൊള്ളാം നിനക്ക്. ആരാ അവള്? പേരെന്താ? അമ്മ സമ്മതിച്ച പിന്നെ അച്ഛനോട് കാര്യം പറയാൻ എളുപ്പമാണ്. അതുകൊണ്ടാ ഞാൻ. ശരി ശരി, പറയ കാര്യം. കാര്യം അത് പിന്നെ കല്യാണിയെ പറ്റി അമ്മ എനിക്ക് സംസാരിക്കാനുള്ളത്. ആഹാ, അത് വിചിത്രമാണല്ലോ. എന്നോടും പിന്നീട് നിന്റെ അച്ഛനോടും എന്താ നിനക്ക് കല്യാണിയെ കുറിച്ച് സംസാരിക്കാനുള്ളത്? അവള് നമ്മുടെ ഫാമിലി മെമ്പറൊന്നും അല്ലല്ലോ. അതല്ല, അറിയാം. പക്ഷേ നമ്മൾ തീർച്ചയായിട്ടും കല്യാണിയുടെ ലൈഫിനെ കുറിച്ച് സീരിയസ് ആയിട്ടൊരു തീരുമാനത്തിലെത്തണം. എത്തിയേ പറ്റൂ. ഇറ്റ്സ് ഹൈ ടൈം നൗ. അത്ര അർജന്റ് ആണെന്നൊക്കെ പറഞ്ഞാ നീ എന്താ ഉദ്ദേശിക്കുന്നത്? സിമ്പിൾ. അമ്മയ്ക്കറിയാലോ, ഈ വീട്ടിലേക്ക് ആദ്യം വന്നു കയറിയ കല്യാണിയും ഇപ്പോഴത്തെ കല്യാണിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരുപാട് വ്യത്യാസം. ആദ്യം അമ്മയ്ക്ക് അവളെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇന്നവളെ അമ്മയുടെ മനസ്സിൽ വല്ലാതെ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവന്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചെന്ന് പറഞ്ഞാ മതി. അതിന് വളഞ്ഞു മൂക്കി തൊടുന്നത് എന്തിനാ നാം മനസ്സിലാവാത്തത്? കല്യാണി ചെയ്ത സേവനങ്ങൾ ഒന്നൊന്നായി അമ്മയ്ക്ക് തന്നെ നേരിട്ട് അറിയാവുന്നതാ. ഇങ്ങനെ ഈ കുടുംബത്തിന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കുന്ന കല്യാണിയെ വെറും ഒരു ജോലിക്കാരിയെ പോലെ കാണാതെ നമ്മളിൽ ഒരാളെ പോലെ കാണണം. അതിന് അമ്മ ആദ്യം പറഞ്ഞ തിരുത്തി അവളെ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ആക്കിയേ പറ്റൂ. കല്യാണിയെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ ആരാണെന്ന് അത് നമ്മുടെ വിലാസിനിയുടെ 2ാമത്തെ ആങ്ങളയുടെ മകനാ. പേര് ചന്ദ്രപ്രതാപ്. പക്ഷേ സൈലൻസ് പറ്റില്ല. ഒന്നുകിൽ എസ് അല്ലെങ്കിൽ നോ. രണ്ടിലൊന്നും നീ പറഞ്ഞേ പറ്റൂ. എനിക്ക് യെസ് ആണ് മാഡം. എന്താ അമ്മേ, കല്യാണിക്ക് മാത്രം ദൈവം ഇങ്ങനൊരു വിധി വരച്ചു വെച്ചിരിക്കുന്നത്? കരഞ്ഞ കണ്ണീര് വരാത്ത അവസ്ഥയിലായിപ്പോയി ഞാനിപ്പോ. അമ്മ പോയതിനു ശേഷം സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കിയ ഈ മോള് നടക്കണേ. ഒന്ന് തുറന്നു പറയാൻ പോലും ചുറ്റും ഒരു മനുഷ്യനും ഇല്ല. പെൺകുട്ടികൾക്ക് അവരുടെ ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ പറയണമെങ്കിൽ അടുത്ത അമ്മ തന്നെ വേണമെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. ആകെ ഒറ്റപ്പെട്ടു പോയതുപോലെ. അമ്മയ്ക്കറിയോ, ഇപ്പോ തിരിഞ്ഞു നോക്കാൻ കൂടി എനിക്ക് ഭയമാ. സ്വന്തം നിഴല് പോലും എന്നെ ഒറ്റപ്പെടുത്തുമെന്നുള്ള ഭയം.
എല്ലാത്തിനിടയിലും ചെറിയൊരു ആശ്വാസം പോലെ മനസ്സിൽ തെളിയുന്നത് വല്യോഞ്ഞിന്റെ മുഖം. എന്നെ എന്നും സഹായിച്ചിട്ടുള്ളതും എന്നും എന്റെ നന്മ മാത്രം ആഗ്രഹിച്ചിട്ടുള്ളതും വല്യോഞ്ഞ് മാത്രമാ. എന്നും ഞാൻ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരാൾ. പക്ഷെ ഞാൻ എന്ത് ചെയ്യാൻ അമ്മേ? മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ എനിക്കെന്റെ മോഹങ്ങൾക്ക് ജീവനോടെ ചിതവ് കൂട്ടിയേ പറ്റൂ. ഇനി ജീവിച്ചവൻ പോലെ ആരുടെ കൂടെ വേണമെങ്കിലും ജീവിതം ജീവിച്ചു തീർക്കും ഞാൻ നശിക്കാൻ തീരുമാനിച്ചു അമ്മേ. എനിക്കറിയാം ഇനി എനിക്കൊരു നല്ല ജീവിതം ഇല്ലാന്ന്. മോളെ, അച്ഛാ, നീ എന്താ ഇവിടെ വന്ന് അമ്മയോട് വർത്താനം പറയുന്നേ? കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടല്ലോ. എന്തു പറ്റി നിനക്ക്? ഒന്നുമില്ല അച്ഛാ, ഞാൻ വെറുതെ പണ്ട് അമ്മ നമ്മോടൊപ്പം ഉണ്ടായിരുന്നതൊക്കെ ആലോചിക്കുകയായിരുന്നു. ഓരോന്ന് വീണ്ടും വീണ്ടും ആലോചിച്ചപ്പോ കണ്ണ് നിറഞ്ഞുപോയി. ആ ശരിയാ, ഇതുപോലുള്ള സന്ദർഭത്തില് അമ്മ കൂടെ ഉണ്ടായിരുന്നതിൽ വലിയ സന്തോഷമായേനെ. എന്റെ മോൾക്ക് മഹാഭാഗ്യം കൈവന്ന ദിവസമല്ലേ ഇന്ന്. അതെ അച്ഛാ, മഹാഭാഗ്യം. ഇതെന്താ ഇത്ര വൈകിപ്പോയതെന്ന് എനിക്ക് സംശയമുള്ളൂ. എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറയുന്നത് നേരാ. അതെ, നമ്മുടെ നല്ല സമയം ഇനിയാ വരുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്ന് ഈ അച്ഛൻ്റെ മനസ്സിൻ്റെ ഭാരൽപ്പം കുറഞ്ഞിരിക്കുക. ഇന്ന് മാഡം തന്നെ എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം വെച്ച് നീട്ടി. എൻ്റെ മോളുടെ ഭാഗ്യം അതല്ലേ ആ കുടുംബത്തിൽ ചെന്ന് കയറാൻ പറ്റുന്നത്. അതെ മോളെ, ഇപ്പം അച്ഛന് തോന്നുന്നത് അന്ന് ആ കല്യാണം മുടങ്ങിയത് നല്ലതായെന്ന. അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനൊരു മഹാഭാഗ്യം കിട്ടുമായിരുന്നു. അടുക്കളക്കാരിയെന്നോ ഡ്രൈവറുടെ മോളെന്നോ നോക്കാതെ മോളെ ബന്ധുവാക്കാൻ മനസ്സ് കാണിച്ച വിലാസിനി മാഡത്തിന് പോലും പുണ്യം കിട്ടും. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്ന് വേണം അച്ഛന് സ്വസ്ഥായിട്ട് ഉറങ്ങാൻ. അച്ഛൻ ഉറങ്ങാൻ പറ്റും, പക്ഷേ എന്റെ ജീവിതത്തിൽ ഇനി സ്വസ്ഥമായിട്ട് ഒരിക്കലും എനിക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഒരിക്കലും പറ്റില്ല. അമ്മേ ഭഗവതി, കുറച്ചുനാൾ മുമ്പ് വരെ കല്യാണിയോട് എന്റെ മനസ്സിലുള്ളത് പ്രണയമാണോ സൗഹൃദമാണോ എന്ന് തിരിച്ചറിയാതെയുള്ള അലച്ചിലായിരുന്നു. അന്ന് ഭഗവതി തന്നെയാ എന്റെ സംശയമൊക്കെ മാറ്റി കല്യാണിയോട് എനിക്കുള്ളത് പ്രണയമാണെന്ന് മനസ്സിലാക്കി തന്നത്. അന്നു മുതൽ ഞാൻ അവൾ അറിയാതെ അവളെ പ്രണയിക്കുകയായിരുന്നു. പക്ഷേ ഈ നിമിഷം വരെ എന്റെ പ്രണയം അവളെ അറിയിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ എന്റെ ഇഷ്ടം അവൾ അറിയും മുമ്പേ മറ്റൊരാളുമായി അവളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുക. അങ്ങനെ ഞാൻ വീണ്ടും കുഴപ്പത്തിലായി. അത് മാറ്റാൻ നിനക്കേ കഴിയൂ. എന്റെ ഉള്ളിലെ പ്രണയം സഫലമാവുമെങ്കിൽ, കല്യാണി എനിക്ക് സ്വന്തമാക്കാൻ പറ്റുമെങ്കിൽ, കല്യാണി ഇപ്പൊ ഇവിടെ വരണം. അല്ലെങ്കിൽ അവൾ ഒരിക്കലും എനിക്ക് ആരും ആവില്ലെന്ന് ഞാൻ ഇവിടെ വെച്ച് ഉറപ്പിക്കും. ഇനി നിന്റെ തീരുമാനമാ, നിന്റെ മാത്രം തീരുമാനം. കഷ്ടമാണല്ലോ ഈ കാണുന്നത്. നീ സമ്മതിച്ച ഈ കല്യാണത്തിന് ദൈവത്തിന് താല്പര്യമില്ലെന്ന് തോന്നുന്നു. ഇല്ല, അതൊന്നും സാരമില്ല. എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് വ്രതം എടുത്തോ വിളക്ക് വെച്ചോ ശയനപ്രദക്ഷിണം നടത്തിയോ മാറ്റിയെടുക്കും ഞാൻ. അഖില മേഡത്തിന്റെ വാക്കാ എനിക്ക് വലുത്. ഈ കല്യാണം നടന്നിരിക്കും, അതെനിക്ക് ഉറപ്പാ. ശരി, ആയിക്കോട്ടെ.
എന്റെ അമ്മയുടെ ആഗ്രഹമാണോ ദേവിയുടെ നിശ്ചയമാണോ നടക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാൻ പോകുന്നു. ഇവിടെ ഒരു ഭൂകമ്പത്തിന് വഴി ഒരുക്കി വരുമായിരുന്നു ഞാൻ. അപ്പോഴാ ഇങ്ങനെ ഒരു ഇടിമിന്നല് തലയിലേക്ക് വന്ന് വീഴുന്നത്. അറിയാം, സത്യം പറഞ്ഞാ നിന്റെ കൂർമ്മ ബുദ്ധിയാ നിന്നെ തൃച്ചംബരത്ത് കൊണ്ടുവരാൻ എന്നെ പ്രേരിപ്പിച്ചത് തന്നെ. ഏതായാലും ഇപ്പൊ ഇതിനെതിരെ എന്തെങ്കിലും പ്രതികരിച്ചാ കിട്ടിയത് കൂടെ ഇല്ലാതായി പോകുന്ന എനിക്കൊരു പേടി. അതുകൊണ്ടേ കുറച്ചു നാളെ ഇപ്പൊ കിട്ടിയ ഈ ജോലി നീ ചെയ്യാൻ നോക്ക്. അതിനിടയ്ക്ക് എന്നെ നിന്നെ അഖിലാണ്ടേച്ചിരിയുടെ പി ആക്കാനുള്ള തന്ത്രം നമുക്ക് മെനഞ്ഞു കളയാം. അതിനൊക്കെ ഇനി എത്ര സമയം എടുക്കുമെന്ന് ആർക്കറിയാം. ഏതായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പായി. വളരെ നാടകീയമായിട്ടാ ഞാൻ ഈ വീട്ടിലേക്ക് കയറിയതെങ്കിലും എന്റെ ഈ വരവിനെ സംശയിക്കുന്ന ചില കണ്ണുകൾ ഈ തൃച്ചംബരത്തുണ്ട്. ഇനി ചിലപ്പോ അത് ടാർഗറ്റ് ചെയ്യുന്നത് ആന്റി ആയിരിക്കും. ആന്റി സൂക്ഷിച്ചു, എന്തോ ഒരു അപകടം മണക്കുന്നുണ്ട് ഇവിടെ. നിന്റെ വരവിനെ സംശയത്തോട് നോക്കുന്ന കണ്ണുകളോ? എന്തൊക്കെയാ നീ ഈ പറയുന്നേ? എന്താ അങ്ങനെ തോന്നാൻ കാരണം? കാരണമുണ്ട്. ഞാൻ ഇവിടെ എത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എന്നെ സെർവൻസ് ക്വാർട്ടേഴ്സിലേക്ക് മാറ്റി താമസിപ്പിക്കണമെങ്കിലേ അതിന് തന്നെ ഒരു കാരണം വേണ്ടേ? മാത്രമല്ല, ഈ തൃച്ചംബരത്ത് ഞാൻ നിൽക്കാതിരിക്കാൻ വേണ്ടിയാ എന്തു ജോലിയും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടും പർച്ചേസിംഗ് മാനേജറുടെ പോസ്റ്റിൽ ഇപ്പൊ എന്നെ നിയമിച്ചതും ഉടനടി പോസ്റ്റിംഗ് തന്നതും. നീ പറഞ്ഞു വരുന്ന എന്താ? ഒരു മുന്നറിയിപ്പ്. തൃച്ചംബരത്ത് ഓരോരുത്തരുടെ മുകളിലും ഒരു കണ്ണുണ്ട്. ചിലപ്പോ അത് അഖിലാണ്ടേശ്വരിയുടേതായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരാളുടേത്. ആന്റി വേണം ഇനി സൂക്ഷിക്കാൻ. അല്ലെങ്കിൽ അടുത്ത അടി കിട്ടാൻ പോകുന്നത് തൃച്ചംബരത്തെ വിലാസിനിക്കാ. ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട. അപ്പൊ നടക്കില്ലെന്ന് തെളിഞ്ഞല്ലോ. കല്യാണിക്ക് അതിലൊക്കെ വലിയ വിശ്വാസമുള്ള ആളല്ലേ? അതെ, പക്ഷേ വിവാഹം നടക്കില്ലെന്ന് ഞാൻ സന്തോഷിച്ചപ്പോ കല്യാണി ദേവിക്ക് വിളക്കെടുത്തെങ്കിലും ഈ വിവാഹം നടത്തിക്കുന്നൊരു വെല്ലുവിളി പോലെ പറഞ്ഞു. കല്യാണിക്ക് പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ഇതിനൊന്നും ഞാൻ കല്യാണിയെ കുറ്റം പറയില്ല അനന്തേ. പിന്നെ നിന്റെ മനസ്സിൽ പ്രണയമുണ്ടെന്ന് കല്യാണിക്ക് അറിയില്ലല്ലോ. നീ അത് അവളോട് തുറന്നു പറഞ്ഞിട്ടുമില്ല. നീ നിന്റെ പ്രണയം അവളോട് തുറന്നു പറയാത്തതാ ഈ അവസ്ഥയ്ക്ക് കാരണം. കൊള്ളാം, എല്ലാത്തിനും നീയല്ലേ സാക്ഷി. എന്നിട്ടും നീ തന്നെ ഇങ്ങനെ പറഞ്ഞാലോ ശബരി? ഞാൻ കല്യാണിയോട് എന്റെ പ്രണയം പറയാൻ ശ്രമിക്കാഞ്ഞിട്ടല്ലോ. എന്തൊക്കെ വഴികൾ നോക്കി, എന്നിട്ടും കഴിഞ്ഞില്ലല്ലോ. അത് നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. നീ പല ചാൻസുകളും മിസ്സാക്കി ആനന്ദേ. മനസ്സിന് ഇഷ്ടപ്പെട്ട പെണ്ണ് ആരാണെന്ന് കല്യാണി ചോദിച്ചപ്പോ അത് നീ തന്നെയാണ് കല്യാണി എന്ന് പറയാറുന്നല്ലോ നിനക്ക്. അപ്പോ നീ എന്റെ കണ്ണി നോക്ക്, അറിയാൻ പറ്റുമെന്നൊക്കെ സാഹിത്യം പറയാൻ പോയത് എന്തിനാ? ഈ നോക്കു മച്ചു, ഒരാണായ നിനക്ക് നിന്റെ ഇഷ്ടം അവളോട് പറയാൻ പറ്റിയില്ലെങ്കിൽ ആ പാവം കല്യാണിക്ക് എങ്ങനെയാ അവളുടെ ഇഷ്ടം നിന്നോട് പറയാൻ പറ്റുന്നേ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എടാ, ഇനിയിപ്പോ എന്താ ഒരു മാർഗം? മാർഗം വേറൊന്നുമില്ല. വിലാസിനി ആന്റിയുടെ സ്വന്തക്കാരൻ ചെറുക്കൻ കല്യാണിക്ക് ആലോചിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പയ്യനില്ലേ, അവൻ വരുന്നതിന് മുമ്പ് നീ കല്യാണിയോട് നിന്റെ പ്രണയം പറയാൻ നോക്ക്. അപ്പൊ കല്യാണിയുടെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് അറിയാലോ. ഇതാണ് നിന്റെ മുമ്പിലുള്ള അവസാന ചാൻസ്. ഇനിയും വൈകിക്കരുത്. കല്യാണം ഉറപ്പിച്ച് പയ്യനും വന്നതിന് ശേഷം നീ പറയാൻ പോയാ ചെറുക്കൻ വരുന്നതിന് മുമ്പ് പറഞ്ഞുകൂടായിരുന്നോ ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാലോ?